Hello friends, this is Akshay. Welcome back to my channel Automotive. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ലഡാക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് FC പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ FC അല്ല ഏതൊരു പവർ കുറഞ്ഞ വണ്ടി അല്ലെങ്കിൽ CC കുറഞ്ഞ വണ്ടിയിൽ പോകാൻ പറ്റുമോ ഈ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ FC പോകാൻ പറ്റുന്ന ഡൗട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ലഡാക്ക് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ അഡ്വഞ്ചർ ആക്കുന്നത് നമ്മൾ ഇതേ പറഞ്ഞ പോലെ ബുള്ളറ്റ് അല്ലെങ്കിൽ ഡൊമിനാർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് അതിനേക്കാൾ പവർ കുറഞ്ഞ വണ്ടിയിൽ പോകുമ്പോഴാണ് കുറച്ചും കൂടെ അതൊരു അഡ്വഞ്ചറസ് ട്രിപ്പായി മാറുന്നത്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര അഡ്വഞ്ചറസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് FC എന്നല്ല ഏത് വണ്ടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വണ്ടിയിൽ വരുത്തേണ്ട കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്യാനുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. ഇപ്പോൾ പില്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ്, പില്ലിൻ സീറ്റും റൈഡർ സീറ്റും ഒന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഫോമൊക്കെ വെച്ചിട്ട് ആ സീറ്റ് മോഡിഫൈ ചെയ്യണം. പിന്നെ ഒരു ലഗേജ് കാരിയർ വെക്കണം. പിന്നെ പോണ സമയത്ത് നൈറ്റൊക്കെ റൈഡ് ചെയ്യേണ്ട പ്രശ്നം വരും. പിന്നെ ഫോഗുള്ള ക്ലൈമറ്റ് കൂടെ നിങ്ങൾക്ക് ഓടിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഫോഗ് ലാമ്പ്, ഓക്സിലറി ലാമ്പ് സെപ്പറേറ്റ് നിങ്ങൾ വണ്ടിയിൽ വെക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ബാറിലോ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നോ അതെല്ലാം നമുക്ക് നിങ്ങളുടെ വണ്ടിയിൽ വരുത്താൻ പറ്റും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വണ്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്രാഷ് കാർഡ്, ഏതൊരു വണ്ടിയാണെങ്കിലും ക്രാഷ് കാർഡ് കസ്റ്റം ബിൽഡോ അല്ലെങ്കിൽ സ്റ്റോക്ക് സാധനം അവൈലബിൾ ആണ്. സ്റ്റോക്ക് അല്ലെങ്കിൽ കസ്റ്റം ബിൽഡ് ക്രാഷ് കാർഡ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ വണ്ടിയിൽ വരുത്തേണ്ട മെയിൻ മോഡിഫിക്കേഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതൊരു വണ്ടിയാണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവസാനം വരെ ആ വണ്ടിയിൽ അത് നിൽക്കുന്നുള്ളതാണ്. അതായത് ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, പിന്നെ എല്ലാ ബെയറിങ്, ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്, പിന്നെ ടയർ മാറ്റാനുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ മാറ്റിയിട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഒരു ട്രിപ്പിൽ തന്നെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോണ വഴി നിങ്ങൾക്ക് അത് പണി തരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ഫണ്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് വണ്ടിക്ക് വേണ്ടിയിട്ടൊരു ഫണ്ട് ആദ്യം മാറ്റി വയ്ക്കുക. അപ്പോൾ വണ്ടി പണിയാനുള്ള ഫണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം ട്രിപ്പിനുള്ള ഫണ്ട് മാറ്റി വയ്ക്കുക. ട്രിപ്പ് ഞങ്ങൾ പോയതൊരു ബഡ്ജറ്റ് ട്രാവലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 55-ന് മുകളിൽ ചിലവ് വന്നു. ടെൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ പമ്പിൽ ടെൻറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൈസ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. നല്ല ഫുഡും കഴിക്കാൻ പറ്റും. സ്റ്റേക്കുള്ള ഫണ്ട് നമുക്ക് കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ടെൻറ്റ് വാങ്ങുക. ടെൻറ്റ് 3500 പ്രൈസ് നല്ല ടെൻറ്റ് നമുക്ക് ഡെക്കാത്ലോണിൽ അവൈലബിൾ ആണ്. 3% ടെൻറ്റാണ്. അതിൽ അത്യാവശ്യം 4 പേര് വരെ കയറും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. പിന്നെ വണ്ടിയിൽ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ മൊത്തത്തിൽ ഒരു നല്ലൊരു മെക്കാനിക്കിനെ കൺസിഡർ ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാറ്റിയാൽ മതി. ഇപ്പോൾ ക്ലച്ച് കേബിളൊക്കെ മാറ്റിയിട്ട് 2 മാസം ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മൊത്തം പുതിയതാക്കിയിട്ട് ബാക്കിയുള്ള സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ പഴയ സാധനം അത് കളയാതെ അത് സ്പെയർ ആയിട്ട് കൊണ്ടുപോകാം. ഇൻ കേസ് പുതിയ ആക്സിലേറ്റർ കേബിൾ പൊട്ടിയ പഴയത് കംപ്ലൈൻറ്റ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ സ്പെയർ കൊണ്ടുപോയാലും നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ പറഞ്ഞ എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കും. എനിക്ക് അതേപോലെ പണി കിട്ടിയ സംഭവം എൻ്റെ കയ്യിൽ എല്ലാ കേബിളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പണി കിട്ടിയത് വണ്ടി വീണിട്ട് ഫുഡ് റെസ്റ്റ് പൊട്ടി. എൻ്റെ ബാക്കിൽ പില്ലൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ വണ്ടിയിൽ ഇരിക്കാൻ പറ്റിയില്ല. അവിടെ മെഹയുടെ ഷോറൂം കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. മണാലി ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശോകം ഒരു അവസ്ഥ എനിക്കുണ്ടായി. അപ്പോൾ നിങ്ങൾ ഫുഡ് റെസ്റ്റ് വീണ് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബ്രേക്ക് ലിവർ, ക്ലച്ച് ലിവർ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് സ്പെയർ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും കേരള ടു കാശ്മീർ അല്ലെങ്കിൽ മണാലി വരെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിച്ച് എത്താൻ പറ്റും. അവിടുന്ന് ശേഷമുള്ള ജേണിയാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതായത് ഈ വണ്ടിയിലുള്ള ഈ മിസ്സിംഗ് ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ടിപ്പ് തരാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ റൂട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാശ്മീർ വഴി ലഡാക്കിലോട്ട് പോവുക. ആ വഴി ആവുന്ന സമയത്ത് ആൾട്ടിറ്റ്യൂഡ് ചെയ്യുന്നത് ഗ്രാജുവലി ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്കാണെങ്കിലും വണ്ടിക്കാണെങ്കിലും മെല്ലെ 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 അത് അഡാപ്റ്റ് ചെയ്ത് കയറി പോകാൻ പറ്റും. മിസ്സിംഗ് ഇഷ്യൂ കുറവായിരിക്കും. പക്ഷേ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിൽ നിന്ന് ഡയറക്റ്റ് ലഡാക്കിലോട്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഹെൽത്ത് ആയിരുന്നില്ല. കാരണം ഹെൽത്ത് വൈസും കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തു, വണ്ടിക്കും കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തു. ഗ്രാജുവൽ പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഒരു ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആയതുകൊണ്ട് അത് വണ്ടിക്കും ഞങ്ങളുടെ ബോഡിക്കും അത് പെട്ടെന്ന് അഡാപ്റ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണിച്ചു. ഞങ്ങളുടെ ഹെൽത്തിനെയും അത് ബാധിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാശ്മീർ ടു ലഡാക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വണ്ടി FI ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം അനുഭവിക്കില്ല. അതായത് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാർബറേറ്റർ വണ്ടിയുടെ കുറച്ച് ഇഷ്യൂസ്, അത് പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മിസ്സിംഗ് ഇഷ്യൂ വണ്ടി കാണിക്കും. അത് ഈ ഒരു വണ്ടി മാത്രമല്ല എല്ലാ വണ്ടിയും കാണിക്കും. ഈവൻ ഡൊമിനാറും ഇന്റർസെപ്റ്റർ 650 അടക്കം പമ്മിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്.
ചേഞ്ച് ആവുന്ന സമയത്ത് വണ്ടി വലിക്കാത്ത പ്രശ്നം എല്ലാ വണ്ടിക്കുള്ളതാണ്. അപ്പോൾ കാർബറേറ്റർ വണ്ടികളിൽ അത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യും. അപ്പോൾ എഫ്സിക്ക് അത് കൂടുതൽ ഫീൽ ചെയ്തായിരുന്നു. അത് മേ ബി ഞാൻ സ്റ്റോക്ക് കാർബറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണോ എന്നെനിക്ക് ഡൗട്ട് വന്നായിരുന്നു. കാരണം ഒരു ഹോണറ്റ് കാർബ് വണ്ടി കയറിപ്പോയായിരുന്നു ഈസി ആയിട്ട്. നമ്മുടെ വണ്ടിക്ക് കുറച്ച് സംഭവങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കാർബറേറ്റർ മോഡിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ 220 അല്ലെങ്കിൽ 180 കാർബറേറ്റർ ചേഞ്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്ന സമയമായിരിക്കും മിക്കവരും റൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്താക്കുന്ന ഒരു ടൈം. അല്ലെങ്കിൽ നവംബർ എൻഡ് ഡിസംബർ ജനുവരി എന്ന് പറയുന്നത് സീസൺ ക്ലോസ് ചെയ്യായിരിക്കും. മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് റോഡ് മൊത്തം ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് പിന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു മാസങ്ങളിലായിരിക്കും നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞ് അങ്ങനെയുള്ളതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസംബറിന് ശേഷമുള്ള മാസം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടും. ഞങ്ങൾ പോയതൊരു സെപ്റ്റംബർ ആ ഒരു ടൈമിലായിരുന്നു. ആ സമയത്ത് മഞ്ഞൊക്കെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ മലയുടെ ടോപ്പിൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഈ വീഡിയോയിലൊക്കെ കാണുന്ന റീൽസിലൊക്കെ കാണുന്ന മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസംബറിന് ശേഷം പ്ലാൻ ചെയ്യാം. പിന്നെ നിങ്ങൾ പോണ സമയത്ത് എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് കുറച്ച് കിട്ടുന്നില്ല. മണാലിയൊക്കെ കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് 350 കിലോമീറ്ററിന്റെ അടുത്ത് പെട്രോൾ പമ്പ് ഇല്ല കേട്ടോ. അടുത്ത പെട്രോൾ പമ്പ് എത്തണമെങ്കിൽ 350 കിലോമീറ്റർ കഴിയണം. അപ്പോൾ അവിടെ നമ്മൾ പെട്രോൾ കയറേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് കാർഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ജെറിക്കാൻ വെക്കാനുള്ള സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നാട്ടിൽ തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവന്നായിരിക്കും ബെറ്റർ. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നാട്ടിൽ തന്നെ പർച്ചേസ് ചെയ്ത് പോകാൻ നോക്കുക. എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് ടെന്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഡെക്കാത്ലോന്നാണ് പർച്ചേസ് ചെയ്ത്. റിയലി വേർത്തായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. 100% സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു പ്രൊഡക്റ്റ് നാശമായിട്ടില്ല. ഞങ്ങളുടെ അത്രത്തോളം തടുപ്പെന്നാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്തു കേട്ടോ. അത്രയും വേർത്തായിരുന്നു. അപ്പോൾ ഗ്ലൗ മാത്രം ഞങ്ങൾ മണാലിയിൽ നിന്നാണ് വാങ്ങിയത്. അതൊരു ലോക്കലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് തണുപ്പുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് കൈ ഫ്രീസായി ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഡെക്കാത്ലോൺ അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്ലൗവ്, വൂളൻ സോക്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല പൈസ നോക്കാതെ ചീപ്പായിട്ടുള്ള സാധനം വാങ്ങാതെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ടിപ്പ്. അപ്പോൾ ഇന്ന വണ്ടിയിൽ നിന്നില്ല XL100 പോലും മണാലി അതായത് കേരള കാശ്മീർ കംപ്ലീറ്റ് ചെയ്ത ഒരാളുണ്ട്. തമിഴിനാണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി ഒരു വിഷയമല്ല. ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ മനസ്സിൻ്റെയാണ്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെതായ പല സംഭവങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് വൈസ് ആണെങ്കിലും വണ്ടി തന്ന ചെറിയ പണികളായിട്ടാണെങ്കിലും ഈ കേരള ടു ലഡാക്ക് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഫുൾ അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ, മനസ്സുകൊണ്ട് ആദ്യം പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനില്ല. വണ്ടി എടുക്കുക, പോവുക. അപ്പോൾ നടന്നു വന്നവരുണ്ട്, വണ്ടി ഒന്നും പണിയാതെ വണ്ടി എടുത്ത് ബാക്കിൽ സാധനങ്ങൾ കെട്ടി വന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ റൈഡ് ചെയ്ത് വന്നവർ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളിങ്ങനെ ഇന്ന വണ്ടിയാണ്, ഇനി ബുള്ളറ്റ് എടുക്കണം, ഡൊമിനാർ എടുത്തിട്ട് വേണം ട്രിപ്പ് പോകാമെന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഉള്ള വണ്ടിയും കൊണ്ട് പോവുക. അത്രയാണ് എനിക്ക് തരാനുള്ള സജഷൻസ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഓരോരോ എപ്പിസോഡാക്കിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരള ടു കാശ്മീർ പോയ ഫുൾ എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തെന്നുള്ളത് ഞാൻ ഓരോരോ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാഷ് കാർഡ് വെച്ചതും പിന്നെ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷനും എല്ലാം ഞാൻ അതിലിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.